ഇപ്പോൾ വിടവായിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു വിയോഗത്തെ ഇപ്പം ഒന്ന് ഓർത്തെടുക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഗായകർ മാത്രമല്ല, മ്യൂസീഷ്യൻസ്, കേരളത്തിലെ സംഗീത ആസ്വാദകരെല്ലാവർക്കും ഒരു വേദന നിറഞ്ഞ ഒരു ദിവസമാണ്, വാർത്തയാണത്. നമുക്കറിയാം, നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വയ്ക്കുന്ന പേരാണ് ഭാവഗായകൻ ജയേട്ടൻ്റേത്. ഞാൻ ആലോചിക്കായിരുന്നു, ഇപ്പോൾ സംസ്ഥാന സ്കൂൾ യുവജനോത്സവമൊക്കെ തീർന്നേ ഉള്ളൂ. പണ്ട് ഇതേപോലൊരു സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ എനിക്കൊരു 58 കണ്ടാണ് ഇവർ രണ്ടുപേരും ഈ രംഗത്ത് വരുന്നത്. അന്ന് ജയേട്ടന് മൃദംഗത്തിനും ദാസേട്ടന് പാട്ടിനും എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ വന്ന രണ്ടുപേരിൽ നമ്മുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഭാവഗായകനാണ് നമ്മളിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്നത്. അദ്ദേഹത്തിന് വയ്യായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ഞങ്ങൾ മ്യൂസീഷ്യൻസിനൊക്കെ. ഒരു വർഷമായിട്ട് അദ്ദേഹം ക്യാൻസറിൻ്റെ പിടിയിലായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ അടുത്ത് വരെ അദ്ദേഹം പല കാസറ്റുകൾക്ക് വേണ്ടി പാടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം, അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടേഴ്സിനോട്, ഇപ്പോൾ ഗംഗാരൻ ഡോക്ടർ ഉൾപ്പെടെയുള്ള അവരോട് പറഞ്ഞിട്ടുള്ളത്, പാടണം, റെക്കോർഡിംഗ് ആണെങ്കിലും സ്റ്റേജ് ഷോസ് ആണെങ്കിലും പാട്ടിന് യാതൊരു ഭംഗം വരരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ദൈവം കേട്ടു എന്നുള്ളതാണ്. കാരണം ഈ അടുത്ത കാലം വരെ അദ്ദേഹം പാടുകയുണ്ടായി. ഇന്നിപ്പോൾ വൈകിട്ടാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. പക്ഷെ അപ്പോഴും കുറച്ച് ക്രിട്ടിക്കലായിട്ട് കൊണ്ടുവന്നെങ്കിൽ പോലും നമ്മളത് തരണം ചെയ്ത് തിരിച്ചു വരും എന്നുള്ളൊരു ഹോപ്പിലായിരുന്നു. പക്ഷേ അത് സംഭവിച്ചു. ഇനിയിപ്പോൾ നമ്മൾ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളെപ്പോലുള്ള പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്കും ചേട്ടൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു പിന്തുണ, ഒരുമിച്ചൊക്കെ പലതവണ പാടിയിട്ടുണ്ട് സ്റ്റേജുകളിലാണെന്നുണ്ടെങ്കിലും എല്ലാം. അപ്പോൾ അത് എങ്ങനെയായിരുന്നു ഒരു അത്ര സീനിയർ ആയിട്ടുള്ള ഒരാളുടെ കൂടെ പെർഫോം ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും? ജയേട്ടനായിട്ടുള്ള ബന്ധം എന്ന് പറയുകയാണെങ്കിൽ 10-32 വർഷമായിട്ടുള്ള ബന്ധമാണ്. ഞാൻ ആദ്യം എൻ്റെ ഓർമ്മയിൽ പാടുന്നത് 93 ദേവരാജൻ മാസ്റ്ററുടെ പാട്ടിന് വേണ്ടിയാണ്, തീരം തേടുന്ന തിരകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി, തരങ്കണിയിൽ. അതിനുശേഷം SP വെങ്കടേഷ് സാറിൻ്റെ കർമ്മ എന്ന സിനിമ, രാജസേൻ്റെ ആദ്യത്തെ കൺമണി എന്ന സിനിമയിൽ അമ്മാനത്തമ്പഴങ്ങ ചെമ്മാന ചെമ്പരത്തി എന്നുള്ള പാട്ട്, അതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുള്ള പാട്ടുകളാണ് ഇതെല്ലാം. പിന്നീട് എത്രയോ പാട്ടുകൾ, ഇപ്പോൾ ആൽബമാണെങ്കിലും സ്റ്റേജ് ഷോസ്, ഇപ്പോൾ നാട്ടിലാണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഒരുപാട് സ്റ്റേജ് ഷോസിന് ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് തരുന്നൊരു ഓർമ്മകളും അതേപോലെ തന്നെ അനുഭവം വേറെ തന്നെയാണ്. അതൊരു സിംഗറിൻ്റെ രീതിയിൽ നമുക്ക് തരുന്നൊരു എൻകറേജ്മെൻ്റ് ആണെങ്കിലും ഒക്കെ എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ ഒരു സ്റ്റേജ് ഷോസ് ആണെങ്കിലും റെക്കോർഡിങ്ങിനാണെങ്കിലും ഇപ്പോൾ ഇതേപോലെ ഒരു ബൂത്തിൽ നമ്മൾ അപ്പുറത്തുനിന്നും പാടുന്ന പാട്ടുകളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ കൺമണി സിനിമയിൽ ഞങ്ങൾ തൊട്ടടുത്തുനിന്നാണ് ആ ഡ്യുവറ്റ് സോങ് പാടുന്നത്. അപ്പോൾ നമ്മളെ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു വരുമെങ്കിലും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് പകർന്നു നൽകും. അപ്പോൾ അതൊക്കെ ഇത്ര സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റാണെന്നുള്ളൊരു യാതൊരു ഭാവവും ഇല്ലാതെയാണ്. മാത്രമല്ല, തമാശ പറഞ്ഞിരിക്കുകയാണെങ്കിലും ഇപ്പം എൻ്റെ ഈ വീട്ടിൽ ഇവിടെ അദ്ദേഹം വന്നിട്ട് എൻ്റെ വൈഫിൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണമൊക്കെ മേടിച്ച് വളരെ സന്തോഷപൂർവ്വം അവിടെ എൻ്റെ ഇവിടെ സോഫയിലേക്ക് ഇങ്ങനെ കിടന്ന് അത്ര ഒരു അടുപ്പമായിരുന്നു. എൻ്റെ വൈഫും ഇതേ അസുഖം മൂലമാണ് എന്നെയല്ല ഞങ്ങളെ വിട്ടുപോയത്. അപ്പോൾ ആ സമയത്ത് വൈഫ് ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് അദ്ദേഹം ഇപ്പോൾ ഈ പിരിഞ്ഞു പോയ സമയം 7:45 സമയത്ത് ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വിളിക്കും. എൻ്റെ വൈഫ് അവസാനത്തെ ഒരു 2 മാസത്തോളം ഹോസ്പിറ്റലായിരുന്നു മരിക്കുന്നതിന്. അപ്പോൾ ഒരു 7:45 8:30 വിളിച്ചിട്ട് പറയും, അവളോട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാൻ പറയുക, ഭജിക്കാൻ പറയുക, ഒന്നും വരില്ല എന്നിങ്ങനെ പറഞ്ഞ് ഭയങ്കര ഒരു സപ്പോർട്ട് കൊടുക്കും. അപ്പോൾ ഞാനിതിങ്ങനെ കൺവേ ചെയ്യും വൈഫിനോട്. അപ്പോൾ വൈഫിന് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേൾക്കുമ്പോൾ. ചിലപ്പോൾ കരയും, പക്ഷേ എന്നാലും ജയേട്ടനെ പോലത്തെ ഒരാളിങ്ങനെ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുക എന്ന് ചിലപ്പോൾ വിചാരിച്ചിട്ടായിരിക്കും പുള്ളിക്കാർ കരയുന്നത്. അപ്പം അത്രത്തോളം നമുക്ക്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഞാനൊക്കെ ചില പാട്ടുകൾ, ഇപ്പോൾ സത്യവിശ്വം സുന്ദരത്തിലെ സൂര്യനായി തഴുകിയെന്നുള്ള പാട്ട് പാടുമ്പോഴും, ഞാൻ മേരിക്കുട്ടിയിലെ പാട്ടൊക്കെ പാടിക്കഴിയുമ്പോഴും അദ്ദേഹം വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പോലും നമുക്ക് അത്ഭുതമാണ്. കാരണം ഇത്രയും സീനിയറായിട്ട് ഒരാളെ എന്നെ ഒന്നും വിളിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും അത് നമുക്കൊരു എൻകറേജ്മെൻ്റ് അല്ലേ എന്ന രീതിയിൽ കരുതി നമ്മുടെ ഒരു അച്ഛനായിട്ടും സഹോദരനായിട്ടും എന്താ പറയുക, ഒരു സുഹൃത്തായിട്ടൊക്കെ എന്നും നിലകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ വിയോഗം എത്രത്തോളം
ബാധിക്കും എന്നുള്ളറിയാലോ. അപ്പോൾ മറ്റൊരു കാര്യം, ഇപ്പം ഇത്ര സീനിയറായിട്ടുള്ള ഒരു ഗായകനാണ്, മലയാള സിനിമയിൽ തന്നെ 6 പതിറ്റാണ്ടോളമായി നിലനിൽക്കുന്ന ഒരു ഗായകനാണ്. അപ്പോഴും ഈ പുതുതലമുറയിലുള്ള ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും ഈ ജയചന്ദ്രൻ്റെ ഗാനങ്ങൾ ഭയങ്കരമായിട്ട് എല്ലാവരും ഒരു ഹൃദയത്തിൽ ഇത് എടുക്കുന്ന ഒരു ഗാനങ്ങളാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദമായിരിക്കാം, അല്ലെങ്കിൽ ആ പാടുന്ന ശൈലിയിൽ പുതുതലമുറയും ഒരുപോലെ തന്നെ ജയചന്ദ്രൻ്റെ ഗാനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും പുതിയ തലമുറയിൽ മാത്രമല്ല, പുതിയ തലമുറയിലെ പാട്ടുകൾ നമുക്കറിയാം. ഇപ്പോൾ ഗോപി സുന്ദറിൻ്റെ വാണിയുമായിട്ടുള്ള പാടിയ പാട്ട് ഓലഞ്ഞാലി കുരുവി അല്ല, അത്തരം ഗാനങ്ങളൊക്കെ എന്ത് രസമായിട്ട് അദ്ദേഹം പാടിയിട്ടുള്ളത്. മാത്രമല്ല പുതിയ തലമുറയ്ക്കും അദ്ദേഹം ഒരു എന്താ പറയുക പാഠപുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളും നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അക്ഷരസ്ഫുടത വളരെ നമുക്ക് കൃത്യമായി എഴുതിയെടുക്കാം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ. പിന്നെ അദ്ദേഹം കൊടുക്കുന്ന എക്സ്പ്രഷൻ, ടോട്ടൽ സോങ്സിൻ്റെ പെർഫെക്ഷൻ ആണെങ്കിലും അതെല്ലാം പുതിയ തലമുറയ്ക്ക് ഒരു നോക്കി പഠിക്കാനുള്ള ഒരു പുസ്തകമായിട്ട് നിലനിൽക്കും.